സോ ഈ ഒരു ത്രിമൂർത്തികൾ, അതായത് കേടെറ്റ്, സീടെറ്റ്, സെറ്റ്, ഇവ മൂന്നും ഒരു ബി.എഡ് പഠിച്ച ഉദ്യോഗാർത്ഥി നിർബന്ധമായും നേടിയെടുക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ്. കേടെറ്റ്, സീടെറ്റ്, സെറ്റ്, ഈ മൂന്ന് പേരെയും സ്വന്തമാക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. സോ ഈ നമ്മൾ TTC കഴിഞ്ഞ ആൾക്കാരും അതുപോലെ B.Ed കഴിഞ്ഞ ആൾക്കാരും ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്തിനാണ് ഈ കേടെറ്റ് പരീക്ഷ, സീടെറ്റ് പരീക്ഷ, സെറ്റ് പരീക്ഷ ഇതെല്ലാം സ്വന്തമാക്കിയിരിക്കണം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഒരു PG കഴിഞ്ഞ് സെറ്റുള്ള ആൾക്ക് കേടെറ്റിന്റെ ആവശ്യമില്ല അല്ലെ. നമുക്കിപ്പോ HSA എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് സെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ കേടെറ്റിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അല്ലെ. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മൾ ഇത് മൂന്നും തന്നെ ക്വാളിഫൈ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകൾക്കാണ് കേടെറ്റ് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് ആകുമ്പോൾ സീടെറ്റ് ആയി. അതായത് കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ തുടങ്ങിയിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് ജോലി നേടണമെങ്കിൽ നമ്മൾ എന്ത് ക്വാളിഫൈ ചെയ്യണം? സീടെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. അതിനിപ്പോ ഈ എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തില് ഒരു ടെമ്പററി പോസ്റ്റില് ജോലിക്ക് പോകണമെങ്കിൽ പോലും നിങ്ങൾ എന്ത് നേടിയിരിക്കണം? സീടെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. സോ ഇത് മൂന്നും നമ്മൾ 1 by 1 ആയിട്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ചെയ്തിട്ടുള്ളത്, നമ്മൾ PG കഴിഞ്ഞു, B.Ed ഒക്കെ കഴിഞ്ഞു അല്ലെ, എന്നിട്ട് കുറച്ച് നാള് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുക, ജോലിക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ഞാനും. ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും ആലോചിക്കുകയോ PSC പരീക്ഷയെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീടാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി വേണം, സർക്കാർ ജോലി വേണം എന്നുള്ള ആഗ്രഹം വരികയും അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർക്കുന്നത്. സോ നമുക്ക് കേടെറ്റ് ആവശ്യമാണ്, ഒരു ഹൈസ്കൂൾ ടീച്ചർ എക്സാം എഴുതണമെങ്കിൽ കേടെറ്റ് ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇനി നിങ്ങൾ ഭാവിയിൽ B.Ed എടുക്കണം, മീൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പൊ ഡിഗ്രിയും ഉണ്ട് കയ്യിൽ, B.Ed ഉണ്ട്, ഇനി നാളെ നമ്മൾ PGയും കൂടെ ചെയ്യും എന്നുള്ളവരാണെങ്കിൽ നമുക്ക് എന്തും കൂടെ വേണം? സെറ്റും കൂടെ വേണം. കാരണം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എഴുതണമെങ്കിൽ, എക്സാം എഴുതണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? സെറ്റ് എക്സാം പാസ്സാവണം. സോ ആദ്യമേ ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, കേടെറ്റ് കാറ്റഗറി 3ക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ആയിരുന്നു HSAയുടെ ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ, കഴിഞ്ഞ HSA അല്ല, അതിന് മുൻപുള്ള ഉണ്ടായിരുന്ന HSA, അപ്പോഴായിരുന്നു HSAയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? നല്ല രീതിക്ക് തന്നെ കേടെറ്റ് കാറ്റഗറി 3 എക്സാമിന് വേണ്ടി ആ സിലബസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് SCERT NCERT പാഠഭാഗങ്ങൾ മാത്രമായിരുന്നു ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു ഗൈഡോ അല്ലെങ്കിൽ ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. ആകെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് SCERTയുടെയും NCERTയുടെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് PSC എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒരു ജനറൽ LDC പോലുള്ള PSC പരീക്ഷയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആകെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ സൈക്കോളജി, പെഡഗോജി ഭാഗങ്ങൾ പഠിക്കാനായിരുന്നു. അതിന് ഒരുപാട് ചാനൽ, യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഞാൻ B.Ed പഠിക്കുമ്പോൾ എഴുതി വെച്ച നോട്ട് ബുക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു പോർഷനും പഠിച്ചത്. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ടിട്ട് ആയിരുന്നു അന്ന് കേടെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. അത് ആദ്യം തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി കേടെറ്റ് കാറ്റഗറി 2 ആദ്യം എഴുതി പിന്നെ 3 എഴുതാം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ കേടെറ്റ് കാറ്റഗറി 3ക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് കാറ്റഗറി 2വിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പഠിച്ച ഇതേ പോർഷൻസ് ഒക്കെ തന്നെയാണ് ഈ സീടെറ്റിനും ആവശ്യമായിട്ട് വരുന്നത്. സീടെറ്റ് 2 പേപ്പറാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ പേപ്പർ പ്രൈമറി സ്കൂൾസിന് വേണ്ടിയിട്ടും രണ്ടാമത്തെ പേപ്പർ 8 വരെയുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ 9 വരെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഉള്ളത്. ഈ സീടെറ്റ് എക്സാമും ഈ കേടെറ്റ് കാറ്റഗറി 3 പഠിക്കുന്നത് പോലെ തന്നെയൊക്കെ ആ ടോപ്പിക്കുകളൊക്കെ തന്നെ വരുന്നുള്ളൂ. കാരണം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു,
കേറ്റ് 3ക്ക് വേണ്ടിയിട്ട് നമ്മൾ NCERT പുസ്തകങ്ങളായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൽ കുറച്ചും കൂടെ ഒന്ന് സിലബസ് നോക്കി ഏതൊക്കെ ഏരിയ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് CTET-ഉം ഈ ഒരു കേറ്ററ്റിന് പഠിക്കുന്ന സമയം കൊണ്ട് തന്നെ CTET-ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. സോ ഈ കേറ്ററ്റ് 2, 3 CTET ഇത് മൂന്നും തന്നെ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണ്, PG കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നേടിയിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണ് സെറ്റ്. MPhil പോലെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സെറ്റ് നിർബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് പോലും ഇപ്പോൾ കേറ്ററ്റ് പരീക്ഷകൾ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ നാളെ അതുപോലെ തന്നെ സെറ്റ് എക്സാമും നിർബന്ധമാകാം. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാമുകളെല്ലാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നമുക്ക് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾക്കറിയാം, സെറ്റ് എക്സാമിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തന്നെ അല്ലെ, നല്ല ഹയർ ലെവൽ ടോപ്പിക്കാണ്, PG ലെവൽ ടോപ്പിക്കാണ്, ടഫ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാം. ആ സിലബസ് കാണുമ്പോൾ തന്നെ ദൈവമേ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും എന്ന് നമുക്ക് തോന്നും അല്ലെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു റാങ്ക് 1ലേക്ക് വേണ്ടിയിട്ടല്ല സെറ്റ് എക്സാമിന് പഠിക്കുന്നത്. ആ സിലബസ് മുഴുവൻ പഠിച്ച് മുഴുവൻ മാർക്കും വാങ്ങുകയല്ല നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യുക, സെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് മതി. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമുക്ക് എന്തൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും, എന്തൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഏകദേശം ഒരു HSA മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് PG ഉള്ളവരാണെങ്കിൽ അതേ പഠനം മതി നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ ഹയർ ലെവലായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളും അതിനകത്തുണ്ട്. അതേതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോ ഈ വരുന്ന HSA എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്ക് PG ഉണ്ട് പക്ഷെ സെറ്റ് ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതേ പഠിത്തം തന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റും നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ത്രിമൂർത്തികൾ, അതായത് കേറ്ററ്റ്, CTET, സെറ്റ്, ഇവ മൂന്നും ഒരു B.Ed പഠിച്ച ഉദ്യോഗാർത്ഥി നിർബന്ധമായും നേടിയെടുക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഞാൻ പഠിച്ച രീതിയാണ് SCERT, NCERT ബുക്കുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള പഠനം. നിങ്ങൾക്ക് സെറ്റിന് വേണ്ടി നമ്മുടെ ഹയർ സെക്കൻഡറിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ യൂസ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഇനി ക്വാളിഫൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് ആവശ്യമാണ്, ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയിൽ തന്നെ ഇത് മൂന്നിന്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ കാണാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതേത് കോഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ കേറ്ററ്റിനും 4 കാറ്റഗറിക്കും CTET അതുപോലെ തന്നെ സെറ്റ് എല്ലാ കോഴ്സുകളും, ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, അതുപോലെ മാത്തമാറ്റിക്സ് എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. സോ ഗൈഡൻസോടുകൂടെ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ, കൂടുതൽ വർക്കൗട്ട് ചെയ്യണം, റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളവര് ഇപ്പൊ തന്നെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് ഈ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റും കൂടെ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.